സേതുബന്ധനം. രാമചന്ദ്ര അഭയം ദേഹി മേ സന്തതം രാമാലങ്കാമാർഗമാശു ദതാമിതേ ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്രദ്രുമകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മാക്കളുണ്ടു നിശാചരരെത്രയും പാരമുപദ്രവിച്ചിടുവോർ വേഗാൽ അവിടേക്കയക്കു ബാണം തവലോകോപകാരമാമതു നിർണയം രാമനും ബാണമയച്ചാനതു നേരമാമയം തേടിയിടും ആഭീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്നുമെല്ലവേ തൂണീരവും പുക്കിടാതരാൽ സാഗരം ചൊല്ലിനാൻ സാദരമന്നേരമാകുലമെന്നിയേ മജ്ജലേ സത്വരം സേതുബന്ധിക്ക നളനാം കപിവരനേതും അവനോരു ദണ്ഡമുണ്ടായി വരാ സന്തുഷ്ടനായോരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാഞ്ചനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തു സേതുബന്ധനെ തൽക്ഷണേ മർക്കടമുഖ്യനാകും നളൻ പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം പർവ്വതതുല്യ ശരീരികളാകിയ ദുർവാരവീര്യമീയെന്ന കവികളും സർവദിക്കിങ്കലും നിന്നു സരസഭം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തൊരുതൊരേ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരം എന്ന നാമമരുൾ ചെയ്തു ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്ത്യ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു യാതൊരു മർത്യനിവിടെ വന്നാദരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ടതി ശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹയാൽ മുക്തിയും വന്നിടുമില്ലോരു സംശയം വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ വിദ്രുതമദ്രിപാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന തീർന്നിത് 20 യോജന പിറ്റേന്നാൾ 3-ാം ദിനം 21 യോജന 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ടു ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലെ നടന്നു കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ മാരുതി കണ്ഠേ കരേറി രഘൂതമൻ താരേയ കണ്ഠേ സുമിത്രാതനയനും ലങ്കാപുരാലോകനാശയാ രാഘവൻ ശംഖാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടീതു ജംഭാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം.